കുഞ്ഞുഞ്ഞമ്മ ചാക്കോയല്ലേ? ഒരു കൊറിയർ വന്നിട്ടുണ്ട്. 1800 രൂപ അടയ്ക്കണം. അയ്യോ മോളെ, ഇന്ന് വരുമെന്ന് ഞാൻ ഓർത്തില്ല. 28-ാം തീയതി എന്നാണല്ലോ അവർ പറഞ്ഞത്. എൻ്റെ കയ്യിൽ പൈസ ഇരിപ്പില്ലൊന്നും. ഇപ്പം ബാങ്കിൽ വരെ ഒന്ന് പോകണേൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് പോകാനും പറ്റത്തില്ല. എന്താ ചെയ്യും? അതിപ്പം ക്യാഷ് കയ്യിലില്ലേ സാരമില്ല. അമ്മച്ചിയുടെ ഫോൺ ഇങ്ങനെ തന്നാൽ മതി. ഫോൺ തന്നെ ഞാൻ ആ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ടല്ലോ, അപ്പോൾ അതിന് ഞാൻ എടുത്തോളാം. ഞാനിപ്പോൾ ഇത്രയും ദൂരെ വന്നേച്ച് ഇപ്പോൾ ഇതും കൊണ്ട് ഇനിയും വരുവാന്ന് പറയാം. ഞങ്ങൾക്ക് ഇന്നാണ് ഡെലിവറി. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് കൊടുക്കണം. അല്ലെ പിന്നെ റിട്ടേൺ ഒക്കെ അടിക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഫോണിങ്ങിതാ. $1800 അമ്മച്ചിയുടെ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞാൽ മതിയേ. ദേ 1800 രൂപ. ഇനി അമ്മച്ചിയുടെ നമ്പർ ഒന്ന് പറയാവോ? ആ ശരി. ആ ശരിയായിട്ടുണ്ട് കേട്ടോ അമ്മച്ചി. എന്നാ ഫോണ് ഞാൻ പോവാണേ. ഓക്കെ. എന്തോ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വന്നേക്കുന്നേ. നോക്കട്ടെ എന്താ വന്നു. അയ്യോടാ, 18,000 രൂപ എടുത്തെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നേക്കുന്നു. എന്താ? അയ്യോ, അബദ്ധം പറ്റിയോ? 18,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയേക്കുന്നു. 1800 ആണല്ലോ ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞത്. ചൂടാ, ഇതെന്തൊരു ചതിവാ. ഇനി ആരോട് പറയും? എനിക്ക് പറ്റിയ ഒരു അബദ്ധമേ. ഇതെല്ലാവർക്കും ഉള്ള ഒരു അറിവായിട്ട് തന്നെ ഈ മെസ്സേജ് ഞാൻ പറയുന്നത്. നമുക്ക് അറിവില്ല, അല്ലെ നമുക്ക് കണ്ണ് കാണത്തില്ല, അല്ലെ നമുക്ക് ഫോണിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ മറ്റൊരാളിനെ ഒരു കാരണവശാലും നമ്മുടെ ഫോൺ ഏൽപ്പിക്കരുത്. നമ്മുടെ പിൻ പറഞ്ഞു കൊടുക്കുവോ, നമ്മുടെ ഗൂഗിൾ നമ്പർ പറഞ്ഞു കൊടുക്കുവോ, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇതിപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഇതിങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യരുത്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറ്റിയതാണത്. ഇനി ആർക്കും ഇങ്ങനെയൊന്നും പറ്റില്ല. എല്ലാവർക്കും ഇതൊരു അറിയിപ്പായിട്ടിരിക്കണം. ഇങ്ങനെ അബദ്ധങ്ങൾ ആർക്കും പറ്റരുത്. ഒരു കാരണവശാലും നമ്മുടെ ഫോണിൻ്റെ ഒരു ഡീറ്റെയിലും ആരോടും പങ്കുവെക്കുകയോ പറയുകയോ ചെയ്യരുത്. അത്രയ്ക്ക് വിശ്വാസമുള്ളവരുടെ മാത്രമേ നമ്മൾ ഫോണിൻ്റെ കാര്യങ്ങൾ നോക്കാൻ കൊടുക്കാവുള്ളൂ. ഇന്നത്തെ കാലം അതാണ്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ.